ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തുടക്കക്കാരെ സംബന്ധിച്ച് വണ്ടി റോഡിലൊക്കെ അത്യാവശ്യം ഓടിച്ചുകൊണ്ട് പോകാനായിട്ടൊക്കെ കഴിയും. പക്ഷെങ്കിൽ ഒരു വണ്ടി തിരിച്ചെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പല ആൾക്കാർക്കും കൃത്യമായിട്ടും വാഹനം തിരിച്ചെടുക്കാനായിട്ട് അറിയത്തില്ല. തിരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്ന സാഹചര്യങ്ങൾ, നിരന്തരമായിട്ട് ഓഫായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ തിരിച്ചെടുക്കുന്ന സമയത്ത് വളരെ കൺഫ്യൂഷനാണ് ഡ്രൈവിങ്ങിൽ ബിഗിനേഴ്സിന് വരാറുള്ളത്. എന്നാൽ ഒരു വാഹനം എങ്ങനെ ശരിയായ രീതിയിൽ ഓഫാകാതെ നമുക്ക് തിരിക്കാം, ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രൈവിംഗ് വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ വണ്ടി ഓഫാകാതെ തിരിക്കാനായിട്ടുള്ള ട്രിക്കുകൾ പറഞ്ഞു തരാം. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ അമർത്തിയിടുക. അപ്പം ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഒരു വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഒരു വണ്ടി തിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് തുടക്കക്കാർക്ക് സംഭവിക്കുന്നതാണ് ഈ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ഇതെങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ കിട്ടാതെ പലപ്പോഴും വണ്ടി മുന്നോട്ട് എടുക്കുന്നതിനനുസരിച്ച് ഓഫായി പോകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്നത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നമുക്കൊരു വാഹനം തിരിക്കുന്ന ഒരു ഐഡിയ, ഒരു പ്ലേസ് കണ്ടിട്ട് നമുക്കൊരു ഐഡിയ കിട്ടിയാലും ഈ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ്റെ കൺട്രോളിങ് ശരിയായ രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല, നമുക്ക് വണ്ടി തിരിക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, എൻ്റെ കാല് ബ്രേക്കേൽ വരുന്നു, ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രേക്കേൽ വന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ പതുക്കെ വരുന്നു. അതിനുശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കറക്റ്റ് ആയാൽ വണ്ടി മൂവ് ആകുന്ന പോയിന്റിലേക്ക് നമ്മുടെ ഇടത്തെ കാല് ക്ലച്ചിൽ വന്നാൽ പിന്നെ പതുക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മൾ വണ്ടി ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്തു വണ്ടി എടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ ഒരു വണ്ടി തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. അതിനുശേഷം ഞാൻ വണ്ടി തിരിച്ച് കാണിച്ചു തരാം. നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കാർ ഓടിച്ചു പോകുമ്പോൾ 2-3 മെത്തേഡുകളിലാണ് കാർ തിരിക്കുന്നത്. അതിൽ നമുക്ക് സേഫായിട്ട് വണ്ടി തിരിക്കാനായിട്ടാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ എളുപ്പത്തിൽ തിരിക്കാനും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ 2-3 മെത്തേഡെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് എനിക്ക് കാറ് ഇവിടെ തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെയൊന്നും നമുക്ക് വാഹനം തിരിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്പേസിന് വേണ്ടി നമ്മൾ നോക്കി വാഹനമായിട്ട് നേരെ മുന്നോട്ട് വരുന്നു. മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഒരു സ്പേസ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്ത് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ സ്പേസിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് വാഹനത്തിൻ്റെ മുൻവശം ആ ചെറിയ സ്പേസിലേക്ക് മുന്നിലേക്ക് കയറ്റിയിട്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് വീണ്ടും റോഡിലേക്ക് ഇറങ്ങി വീണ്ടും മുന്നോട്ടെടുത്ത് നമുക്ക് തിരിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ നമുക്ക് വണ്ടി തിരിക്കണമെന്നുണ്ടെങ്കിൽ നേരെ മുന്നോട്ട് വണ്ടി ഇവിടെ കയറ്റുക. അതിനുശേഷം വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ട് ഇറങ്ങി നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് കഴിയും. ഇനി അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ഈ ചെറിയ സ്പേസിലേക്ക് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് ആ ചെറിയ സ്പേസിലേക്ക് കയറ്റി നമുക്ക് വാഹനം തിരിക്കാൻ കഴിയും. പിന്നെ നമുക്കുള്ള അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് വാഹനം യു ടേൺ എടുക്കുക എന്നുള്ളതാണ്. അപ്പം യു ടേൺ എടുക്കാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്ലേസ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് യു ടേൺ എടുക്കാൻ കഴിയുള്ളൂ. കാരണം നമുക്കൊരു യു ആയിട്ടുള്ള ഒരു ടേൺ ആണ് എടുക്കേണ്ടത്. അപ്പോൾ റോഡിന് വീതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, തിരക്കുള്ള റോഡുകളിൽ യു ടേൺ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു വണ്ടി തിരിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും ഒരു ടൗണിലോ അതുപോലെ തിരക്കുള്ള സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും വാഹനം തിരിക്കരുത്. നമ്മൾ നേരെ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാവുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഒരു വാഹനം പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ട ആവശ്യത്തിന് വണ്ടിയായിട്ട് പോയ സമയത്ത്, വണ്ടി തിരിച്ച സമയത്ത് ഇതുപോലെ തിരക്കുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് നല്ല സ്പീഡിൽ ഒരു ബൈക്ക് വരികയും വണ്ടിയെ ഇടിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളുണ്ടാകും. അതുകൊണ്ട് തിരിക്കുന്ന സമയത്ത് ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. അപ്പം ഈ 3 മെത്തേഡ് ഞാനിപ്പം നിങ്ങളെ കൃത്യമായിട്ടും ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഞാനിവിടെ വാഹനം ഒന്ന് നിർത്തുകയാണ്, ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുകയാണ്.
ഓക്കെ, ഇവിടെ നമുക്ക് വാഹനം തിരിക്കാം. ഇവിടെ തിരിക്കാനായിട്ട് നമുക്ക് 2-3 ഓപ്ഷൻസ് എടുക്കാം. ഒന്ന്, നമുക്ക് നമ്മളുടെ വാഹനം നേരെ ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട്, ഇപ്പം ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് യു ടേൺ എടുത്ത് വാഹനം തിരിക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇപ്പോൾ വീതി കൂടിയ റോഡാണ്, അപ്പം നമുക്ക് ആദ്യം യു ടേൺ എടുത്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിലേക്ക് ഞാൻ ഇടുന്നു. നമ്മൾ വാഹനം തിരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ട് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് തിരിക്കാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഇടരുത്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പരമാവധി ഞാൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. നോക്കുക, പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ഓക്കെ, ഇനി യു ടേൺ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ സ്റ്റിയറിംഗ് ആദ്യം അങ്ങ് തിരിച്ചു കൊടുക്കണം. കാരണം ഒരു ബിഗിനറിനെ സംബന്ധിച്ച് വണ്ടി മൂവ് ആക്കിയിട്ട് സ്റ്റിയറിംഗ് തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര തിരിഞ്ഞു എന്നുള്ളൊരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും നമ്മൾ വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈറ്റ് മിററിലൂടെ പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കുക, മുന്നിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് പ്രോപ്പറായിട്ട് നോക്കുക. ഒപ്പം സെൻറ്റർ മിററും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം, ലെഫ്റ്റ് മിറർ നോക്കണം. ചിലപ്പോൾ സൈഡിലൂടെ ആൾക്കാരോ ആരെങ്കിലും നമ്മളുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ നമ്മുടെ കണ്ണിൽ കാണാത്ത പക്ഷം കയറി വന്നു കഴിഞ്ഞാൽ അത് അറിയാനായിട്ടാണ് സെൻറ്ററും ലെഫ്റ്റും റൈറ്റ് മിററും നോക്കണമെന്ന് പറയുന്നത്. ഒപ്പം നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുന്നു. ഇനി ചെയ്യേണ്ടത്, ആദ്യം കറക്റ്റ് വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ചെറിയ രീതിയിൽ മാത്രം ആക്സിലറേഷൻ കൊടുക്കുക. ഒറ്റ കൊടുപ്പ് കൊടുക്കരുത്. ഒറ്റ കൊടുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വട്ടം തിരിക്കുന്നതാണ്, നമ്മുടെ വണ്ടി വട്ടം മാറി. അപ്പോൾ എന്ത് ചെയ്യണം? ലൈറ്റായിട്ട് ഇങ്ങനെ ആക്സിലറേഷൻ ചെറിയ രീതിയിൽ കൊടുക്കുക. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മളിത് ഇങ്ങനെ പതുക്കെ അയക്കുക. ചെറിയ രീതിയിൽ മാത്രമേ ആക്സിലറേഷൻ കൊടുക്കാവുള്ളൂ. ഇപ്പം വണ്ടി ഇവിടെ തിരിഞ്ഞാലുടൻ തന്നെ ആക്സിലറേഷൻ നമ്മൾ കുറയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും വണ്ടി ഒന്ന് ചവിട്ടി നിർത്തുക. ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് ഒന്ന് നേരെയാക്കി കൊടുക്കണം. ഓക്കെ, എന്നിട്ട് വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. ഈ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണമെന്ന് പറയുന്നത് തിരിഞ്ഞു വരുന്ന സമയത്ത് ബിഗിനേഴ്സിന് അത് ബുദ്ധിമുട്ടാണ്. അപ്പം തിരിഞ്ഞു വന്ന് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നാൽ ഒന്ന് ചവിട്ടി നിർത്തുക. ചവിട്ടി നിർത്തി വീണ്ടും സ്റ്റിയറിംഗ് ഒന്ന് നേരെയാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ യു ടേൺ എടുക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ഇനി നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്കിനി എല്ലാ സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള സ്പേസ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പം നമുക്ക് സ്പേസ് ഇല്ലാത്ത വശങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് തിരിക്കേണ്ടത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു, സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് വാഹനം ഇവിടെ തിരിക്കണം. ഇവിടെ തിരിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് വരികയാണ്. മുന്നോട്ട് വരുന്ന സമയത്ത് എനിക്കിവിടെ സ്പേസ് ഇല്ല എന്ന് നിങ്ങൾ കരുതുക. അപ്പം എനിക്കിവിടെ അത്യാവശ്യമായിട്ട് വാഹനം തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യവുമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് റിവേഴ്സ് കയറ്റി വാഹനം തിരിക്കാനായിട്ട് ശ്രമിക്കണം. വണ്ടി ഫ്രണ്ട് കയറ്റി തിരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് വാഹനം റിവേഴ്സ് എടുത്ത് തിരിക്കുന്നതാണ്. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിർത്തി. എനിക്ക് ഇവിടെ തിരിച്ചു പോകാനായിട്ടുള്ള സ്പേസ് ഇല്ല. ഈ സൈഡിലും സ്പേസ് ഇല്ല, ഇവിടെ സ്പേസ് ഇല്ല. എനിക്ക് ആകെ കൂടെ കുറച്ചൊരു സ്പേസ് എന്ന് പറയുന്നത് ഇത് ബാക്ക് സൈഡിൽ ആ ഭാഗത്താണ്. അപ്പം ഞാൻ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ലെഫ്റ്റ് മിററും റൈറ്റ് മിററും നോക്കുക. എന്നിട്ട് പതിയെ വണ്ടി ബാക്ക് സൈഡിലേക്ക് എടുക്കുക. ഒപ്പം സെൻറ്റർ മിററും കൂടെ നോക്കിയിട്ട് പുറകിലേക്ക് എടുക്കുക. എടുക്കുന്ന സമയത്ത് ഒരു വട്ടം ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിൽ തെറ്റില്ല. ചിലപ്പോൾ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുകൾ കാണാം. അപ്പോൾ അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാനായിട്ട് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, സെൻറ്റർ നോക്കുന്നു, ലെഫ്റ്റ് മിറർ നോക്കുന്നു, ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വണ്ടി മെല്ലെ ബാക്കിലേക്ക് ഞാൻ എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, മെല്ലെ ബാക്ക് സൈഡിലേക്ക് എടുക്കുന്നു. എടുത്താൽ ഉടൻ തന്നെ എനിക്ക് ബാക്ക് സൈഡിൽ അവിടെ ഒരു ചെറിയ സ്പേസ് കണ്ടു. സ്പേസ് കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വാഹനം ഇത്തരത്തിൽ വന്നിട്ട് ഇടത്തെ ഭാഗത്തുള്ളൊരു സ്പേസിലേക്കാണ് നമ്മൾ വണ്ടി കയറ്റി തിരിക്കുന്നതെങ്കിൽ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് ഇത്തരത്തിൽ ഒടിച്ചു കൊടുക്കുക. ഓക്കെ, ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തെടുക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ ഈ ഒരു ഭാഗത്തേക്ക് ഇത് ഇങ്ങനെ നൽകണം. ലെഫ്റ്റ് മിറർ നോക്കുക, ബാക്ക് സൈഡിലേക്ക് നോക്കി നമ്മളിത് ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് വണ്ടി ഇവിടെ ചവിട്ടി നിർത്തുന്നു. ചവിട്ടി നിർത്തിയിട്ട് റൈറ്റ് നോക്കുക, ലെഫ്റ്റ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു.
സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക. അതിന് 1.5 റൗണ്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരണം. പ്രോപ്പർ പോയിന്റിലേക്ക് വന്നിട്ട് പതിയെ നമ്മൾ ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ട് വണ്ടി എടുക്കുക. നിങ്ങൾ നോക്കുക, ഞാൻ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്, ലെഫ്റ്റും നോക്കുന്നു, കണ്ടോ? അപ്പോൾ ഇവിടെ ചെറിയ സ്പേസേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ആക്സിലറേഷൻ കൊടുത്ത് ഇതുപോലെ നമ്മൾ വാഹനം നമുക്ക് ഈസി ആയിട്ട് തിരിച്ചെടുക്കാൻ കഴിയും. കണ്ടോ, ഇവിടെ തിരിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് നേരെയാക്കണം. ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് തിരിക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറം ആക്സിലറേഷൻ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ 2 മെത്തേഡ് ഡ്രൈവിങ്ങിൽ നോക്കി. ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് 3ാമത്തെ ഒരു മെത്തേഡാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് വാഹനം ഒന്ന് തിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നതാണ് വണ്ടിയുടെ ഫ്രണ്ട് കയറി തിരിക്കുക. ഫ്രണ്ട് കയറ്റി തിരിച്ചാലുള്ള ഒരു പ്രോബ്ലം നിങ്ങളെ ആദ്യമായിട്ട് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഫ്രണ്ട് കയറ്റി തിരിച്ചാലുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡ് എപ്പോഴും തിരിഞ്ഞു നോക്കേണ്ട, അല്ലെങ്കിൽ ലെഫ്റ്റ് മിററും റൈറ്റ് മിററും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട് ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പിടികിട്ടും. ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഈ ചെറിയ സ്പേസിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. ഓക്കെ, ഇനി എനിക്ക് വണ്ടി തിരിക്കണം. വണ്ടിയുടെ ബാക്ക് സൈഡ് അങ്ങോട്ട് എടുത്താണ് തിരിക്കേണ്ടത്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് അവിടുന്ന് വണ്ടി വരുന്നുണ്ട്, ഇവിടുന്ന് വണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ലെഫ്റ്റും റൈറ്റും മിറർ നോക്കുന്നതിനോടൊപ്പം ചിലപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ബ്ലൈൻഡ് സ്പോട്ട് ഉള്ളത് കൊണ്ട് തന്നെ കാണാൻ പറ്റാത്ത, അതായത് മിററിലൂടെയൊക്കെ കാണാൻ പറ്റാത്ത ഏരിയകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട സിറ്റുവേഷൻ വരും. ഇപ്പോൾ എനിക്ക് ഇവിടെ തിരിച്ചിട്ട് അങ്ങോട്ടാണ് എൻ്റെ വണ്ടി പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് വണ്ടി എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ ബാക്ക്, ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് എൻ്റെ വണ്ടിയുടെ ബാക്ക് എങ്ങോട്ട് പോകണം, വലത്തെ സൈഡിലേക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നു, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഞാൻ ഇത്തരത്തിൽ ഒടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ബ്രേക്ക് നയിക്കുകയാണ്. ബ്രേക്ക് നയിക്കുമ്പോൾ വണ്ടി ഇപ്പോൾ നീങ്ങുന്നുണ്ട്, കാരണം ചെറിയൊരു ഇറക്കപ്പുറത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടുന്ന് വണ്ടി വരുന്നുണ്ട്, കണ്ടോ? അപ്പോൾ എനിക്കത് ക്ലിയർ വ്യൂ അല്ല ലഭിക്കുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എന്നിട്ട് ഞാനിത് മെല്ലെ ബാക്കിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അവിടെ തിരിഞ്ഞ് നോക്കണം, ഇവിടെ നോക്കണം. ഇപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളും നമുക്ക് ബുദ്ധിമുട്ടാവും. നമ്മുടെ വണ്ടി റോഡിൻ്റെ നടുക്കും വരും. എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇടത്തെ സൈഡിലേക്ക് ഓടിക്കണം. വണ്ടി നമുക്ക് ഇടത്തോട്ടാണ് തിരിയേണ്ടത്. ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഒടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൽ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്തെടുക്കണം. ഇങ്ങനെ തിരിയുമ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടി റോഡിൻ്റെ വലത്തെ സൈഡിലാണ് നിൽക്കുന്നത്. വീണ്ടും ഞാൻ ഇവിടുന്ന് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. അപ്പം ഇങ്ങനെയുള്ള തിരിവുകൾ നിങ്ങൾ നോക്കി എത്രയധികം പ്രയാസമാണ് നമ്മൾ വണ്ടി തിരിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി വണ്ടി തിരിക്കുമ്പോൾ 2 സ്റ്റെപ്പുകളാണ് ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. ഒന്ന്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് കയറ്റി തിരിക്കുക. അപ്പോൾ നമുക്ക് റോഡിൻ്റെ ഇരു സൈഡിലുള്ള വ്യൂ നമുക്ക് ലഭിക്കും. രണ്ടാമത്, ഒരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ തിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും നല്ലത് ഒരു യു ടേൺ എടുത്ത് വാഹനം തിരിക്കുക. അതായത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്പേസിൽ വാഹനം തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തിയിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് എൻ്റെ മറ്റ് ചാനലുകൾ ഫോളോ ചെയ്യാൻ, സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ചാനലിൻ്റെയൊക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.